എല്ലാവരുടെ അടുത്തും ഒരു വലിയ നന്ദിയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ജൂലൈ 2-ാം തീയതി എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്തിരിക്കത്തക്ക ദിവസങ്ങളിലൊന്നാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം എനിക്ക് തോന്നുന്നത് കോട്ടക്കേട്ട് ഞാനും റിനീഷയും കൂടെ ഒക്കെ ഇങ്ങനെ ലാലേട്ടനെ കാത്തിരിക്കുന്ന സമയമായെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരു വർഷം കഴിഞ്ഞു. ഈ ഒരു വർഷം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണക്കാർ നമ്മളെ മനസ്സിലാക്കിയ നിങ്ങളാണ്, പ്രേക്ഷകരാണ്. അപ്പോൾ നിങ്ങളോടൊക്കെ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കാനും ഇനി മുന്നോട്ട് എന്തൊക്കെ ആകണമെന്നുള്ള കാര്യത്തിൽ ചുമ്മാ കൊച്ചു അപ്പോൾ പോകുന്നതിന് മുൻപ് ഉള്ള അവസ്ഥ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. അടുത്ത് സഹകരിച്ചിട്ടുള്ളവർക്കും അറിയാം, ബിഗ് ബോസ് കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ ജീവിതത്തിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക. ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ, കാര്യം ദൈവം അനുഗ്രഹിച്ച് ഒരുവിധപ്പെട്ട മിക്ക മേഖലകളിലും ബന്ധമുള്ള ഒരാളാണ് ഞാൻ. രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും ഒക്കെ അത്യാവശ്യം നല്ല ബന്ധങ്ങൾ എനിക്ക് നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ തുടക്കം തൊട്ട് പരിശ്രമിച്ചതും. സിനിമയ്ക്കൊന്നും വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടേ ഇല്ല. നമ്മുടെ അടുത്തേക്ക് പോലും വന്നിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ സീരിയസ് ആയിട്ട് സമയം കളഞ്ഞിരുന്നില്ല. ആ യാത്രകൾ തുടങ്ങി, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഈ പറയുന്നത് പോലെ ബിഗ് ബോസിൻ്റെ ഒരു കപ്പ് കിട്ടുന്നതിന്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ അതിനെക്കാട്ടിയും വാല്യൂ കൊടുക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ആഴ്ചയിലും ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആരാധിച്ചിട്ടുള്ള ഒരാളെ എനിക്ക് നേരിൽ കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനൊപ്പം, അല്ലെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്നൊരു മനുഷ്യനൊപ്പം പരസ്യം ഒപ്പം ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ മലയാളം വേർഷനിലാണ് ഞാൻ പറയുന്നത്. അത് ഈ ഒരു ആപ്പ് ലോഞ്ചാണ്, ധോണിയുടെ ഒരു ആപ്പാണ് ലോഞ്ച് ആവാൻ പോകുന്നത്. അതിനകത്ത് ആ ആപ്പിൻ്റെ ഹിന്ദി വേർഷൻ അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ ജസ്റ്റ് മലയാളം, അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം പറയുന്നൊരു സാധനമാണുള്ളത്. അതൊരു ഭയങ്കര വല്ലാത്ത അനുഭവമായിരുന്നു. ഏതാണ്ട് ഒരു 12 മണി മുതൽ വൈകിട്ട് ഒരു 8 മണി വരെ അദ്ദേഹത്തിനൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ ടീമും അല്ലെങ്കിൽ കൂടുള്ള ടീമുകളും നമ്മളെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്തേക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. മൊബൈലിലുള്ള ഫോട്ടോസുകളും മറ്റും എടുക്കാൻ അവർ സമ്മതിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പേഴ്സണൽ അത്തരം ഫോണുകൾ നമുക്ക് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ അത് ഈ പറഞ്ഞ ബിഗ് ബോസ് കപ്പിനേക്കാളും ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത മറ്റ് നിമിഷങ്ങളാണ്. ഇനിയും എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളത് മറ്റൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ കമ്പനിയുടെ ഓണർ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഉള്ള നെക്സ്റ്റ് പ്ലാനുകൾ, അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത്, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വന്തമായ ഒരു വീട് സ്വന്തമാക്കാൻ കഴിയുമെന്നോ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്ന ഒരാളെ ആയിരുന്നില്ല. എനിക്ക് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ കഴിഞ്ഞു. അതും അപ്പോൾ ഈ ലോണൊക്കെ എന്ന് പറയുന്നത് വളരെ ചെറിയ പൈസ മാത്രമാണ് അതിനകത്ത് ലോൺ. ബാക്കി പൈസ നമ്മൾ ഏകദേശം ഒരു 80% എമൗണ്ടും കൊടുത്തിട്ട് ബാക്കി ഒരു 20% എമൗണ്ട് മാത്രമാണ് അതിനകത്ത് നമുക്കൊരു ലോണെന്ന് പറയുന്നത് പോലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വാഹനങ്ങളായാലും ആഗ്രഹിച്ച വാഹനങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞു. അതും ഈ ഒരു വർഷം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് 2 ബിസിനസ്സുകളും പുറത്ത് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനും ഇനിയിപ്പോൾ കുറച്ച് ദുബായിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡോട് കൂടിയിട്ട് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് കാര്യങ്ങൾ, കാരണം സിനിമയിൽ ഇപ്പോൾ ഒരു സംവിധായകനായിട്ടോ അല്ലെങ്കിൽ ഒരു റൈറ്ററായിട്ടോ ഒക്കെ നമുക്ക് നിലനിൽക്കാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കാര്യം നമ്മുടെയൊക്കെ ചിന്തകളൊക്കെ പഴകി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ അപ്ഡേഷനുകളുമായിട്ട് നമ്മൾ മലയാള സിനിമയിലൊക്കെ സർവൈവ് ചെയ്യണമെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നൊരു മേഖല എന്ന് പറയുന്നത് 1-2 സിനിമകൾ സംവിധാനം ചെയ്യാം എന്നതിനോടൊപ്പം തന്നെ അഭിനയിക്കാൻ അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് പറ്റുന്നൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ നമ്മൾ സിനിമയിലേക്ക് അഭിനയിക്കുക, രംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതുകൊണ്ടൊരു മെച്ചം എനിക്കുണ്ടാവണമെന്ന് എനിക്ക് തോന്നണം. അല്ലാതെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ പടങ്ങളിൽ ഇപ്പോൾ തന്നെ ഇറങ്ങിയേക്കുന്ന പല പടങ്ങളിലും എനിക്ക് അവസരം വന്നിട്ടുണ്ട് എന്നുള്ളത് അതിന് അണിയറ പ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ വേണ്ടെന്ന് വെച്ചത്, ബിഗ് ബോസ് കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് പേർക്ക് എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പല ആൾക്കാർക്ക് നിങ്ങൾ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിയായിട്ടാണ് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഞാനൊരു കഥാപാത്രമാകുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ മാത്രമേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ പേരിന് ഒരു പടത്തിൽ അഭിനയിച്ചു, 2 പടത്തിൽ അഭിനയിച്ചു, 5 പടത്തിൽ അഭിനയിച്ചു എന്ന് പറയുന്ന രീതിയിൽ ചുമ്മാതെ തള്ളിക്കൊണ്ട് നടക്കാം. കാരണം കഴിഞ്ഞൊരു വർഷം കൊണ്ട് എത്ര സിനിമകൾ ഇറങ്ങുന്നു, ഇതിലൊക്കെ എത്ര പേരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഹിറ്റ് പടത്തിൽ തന്നെ അഭിനയിച്ചിട്ടുള്ള എത്ര പേരെ നിങ്ങൾ ഓർത്തു വയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ അത്ര വലിയ കാര്യമാക്കിയില്ല. അത് മാത്രമല്ല, ഇടയ്ക്ക് എനിക്ക് തന്നെ സിനിമയോടുള്ളൊരു താല്പര്യം ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു കപടമായിട്ടുള്ളൊരു മേഖലയുടെ അത് പിന്നെ പണ്ടും അങ്ങനെയാണ്. ആരോടും പ്രത്യേകിച്ച് ആത്മാർത്ഥതയുള്ള മേഖലയൊന്നുമല്ല. അപ്പോൾ എനിക്ക് തന്നെ തോന്നി എന്തിനാണ് ആ മേഖലയിലേക്ക് പോകേണ്ട കാര്യം. ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വല്ല പൊതുപ്രവർത്തനമൊക്കെ ചെയ്തൊക്കെ പോകാമെന്നൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് വിചാരിച്ചത്. പക്ഷേ
എനിക്കൊരു കാര്യത്തിൽ സന്തോഷം തോന്നിയത് എൻ്റെ കൊച്ചു കൊച്ചു അച്ചീവ്മെൻറ്റുകൾക്കും കൊച്ചു കൊച്ചു നേട്ടങ്ങൾക്കും ഒക്കെ പലപ്പോഴും വലിയ സ്വീകാര്യത, വലിയ സന്തോഷങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്നേഹമൊക്കെ നിങ്ങളൊക്കെ എന്നോട് പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ അതായത് എനിക്കെന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായിട്ട് കിട്ടുന്നതാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് സന്തോഷം. അല്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതൊന്നുമല്ല. ഞാൻ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ എനിക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ പലപ്പോഴും സംഭവിക്കാറുള്ളൂ. പൊതുസമൂഹത്തിന് വേണ്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളിലാണ് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. കാരണം ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ച ഒരു ഷോയുടെ ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിന്നർ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എനിക്ക് നഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ കുറേ ആൾക്കാർ നമ്മളെ എതിർക്കും, അനാവശ്യമായിട്ടുള്ള ചില വിരോധങ്ങൾ എൻ്റെ ഇത്തരം പ്രതികരണങ്ങളിലൂടെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അത്തരം വിഷയങ്ങൾ പ്രതികരിക്കാറുള്ളത്. അപ്പോൾ അതിനെക്കാട്ടിയും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം, ഇപ്പം ഞാനൊരു വാഹനം എടുക്കുന്ന സമയത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് വന്നിട്ട് ചേട്ടാ വളരെ സന്തോഷം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഫ്ലാറ്റ് മേടിച്ച സമയത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ധോണിയുമായിട്ടുള്ള നിമിഷങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇത് പറയുന്നുണ്ട്. അതായത് അച്ചീവ്മെൻറ്റുകളെ, ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റുകളെ നിങ്ങൾക്ക് വലിയ രീതിയിൽ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിനിമ ചെയ്യണമെന്നൊരു തോന്നൽ എനിക്ക് വരികയാണ്. അപ്പോൾ കഴിഞ്ഞൊരു മാസം ആയിട്ടാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് സിനിമയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് പ്രൊഡക്ഷൻ ഹൗസുകൾ ഉണ്ടാവണം. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഹൗസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞാൽ എത്ര പ്രായം കഴിഞ്ഞാലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റും. നല്ല നല്ല സിനിമകൾ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാനുകളുണ്ട്. നല്ല സബ്ജക്റ്റുകളാണ് ഇനി നമുക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഇനി ഒഫീഷ്യലി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെയും ബോറടിപ്പിക്കാത്ത, അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണം ഇതെന്തിനാണ് ഈ സിനിമ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമ സംഭവിക്കേണ്ടതാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ളൊരു പടം വരണം. എനിക്കും എൻ്റേതായ രീതിയിലൊരു പടം ഡയറക്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള പ്ലാനുകൾ. ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് എനിക്ക് എൻ്റേതായ രീതിയിൽ പറയാനൊന്നുമില്ല. ഇനി പറച്ചിലുകളില്ല. പൊതുവേ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ നേരത്തെ തന്നെ ഞാൻ ആക്റ്റീവ് ആകണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ്. ചില വിഷയങ്ങൾ ഇതിനിടയിലൂടെ വന്നപ്പോൾ അതിനകത്ത് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ പറയേണ്ട സാഹചര്യം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് പറയാതിരിക്കുകയോ ചെയ്യാം. പറയാതിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരുടെ, അതായത് എനിക്ക് വ്യക്തിപരമായ നേട്ടങ്ങളുണ്ടാവും. പറഞ്ഞു കഴിഞ്ഞാൽ നേട്ടങ്ങളെക്കാട്ടിയും കൂടുതലും കോട്ടങ്ങളായിരിക്കും സംഭവിക്കുക. പിന്നെ ആരുടെയിലൊക്കെ കമൻറ്റുകളിലൊക്കെ റിപ്ലൈ ചെയ്യുന്ന ചുമ്മാ സമയങ്ങളെ ഞാൻ ഉച്ചയ്ക്ക് നല്ല മയക്കമായിരുന്നു. ആരുടെയെങ്കിലും കമൻറ്റുകൾക്ക് എന്തെങ്കിലും മറുപടി ദുബായിലേക്ക് മാറാനുള്ള കുറച്ച് അവിടെ എനിക്ക് ഓൾറെഡി എൻ്റെ വിഷയം കാര്യങ്ങളൊക്കെ പ്രോസസ്സായിരിക്കുകയാണ്. അവിടെ നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒരു ക്രിയേറ്റീവ് ഹെഡായിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്യുകയാണ്. അവിടെ കുറച്ച് പരിപാടികളുണ്ടാവും എന്ന് ഞാൻ പറയാം. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയല്ല, സംഭവിച്ചാൽ നല്ല സംഭവിക്കും. നല്ല സബ്ജക്റ്റ് വന്നാൽ മസ്റ്റായിട്ട് ഇമ്മീഡിയറ്റ് സിനിമയുടെ പരിപാടി ഉണ്ടാകും. ഇപ്പോൾ സബ്ജക്റ്റ് വൈസ് എൻ്റെ കയ്യിൽ കഥകൾ പലതും ഉണ്ടായിരുന്നു. ഇതൊക്കെ സിനിമയാക്കാൻ പറ്റുന്നതുമാണ്. പക്ഷേ ഇത് എന്തോ ഒരു തൃപ്തിയില്ലായ്മ. നമ്മൾ ഇനി ചെയ്യുമ്പോൾ ഒരു നല്ലൊരു പ്രോജക്റ്റ് ചെയ്യാമെന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം പലപ്പോഴും മാറ്റിവെച്ചതാണ്. ഇനി സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസിൻ്റെ മത്സരാർത്ഥികൾക്കിടയിലും മറ്റുള്ളവർക്കിടയിലും പേരും പറഞ്ഞ് ഇവരെന്ന് പറഞ്ഞ് അടിയിടുന്നു. ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഫേസ്ബുക്കിലെയോ സോഷ്യൽ മീഡിയയിലെയോ റീച്ചുകൾ കൊണ്ടോ അല്ലെങ്കിൽ കുറേ കമൻസുകൾ വരുന്നത് കൊണ്ടോ ഇതൊന്നും തന്നെ ആത്യന്തികമായിട്ട് നമുക്ക് ജീവിക്കാൻ ഗുണം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ആത്യന്തികമായിട്ട് ജീവിക്കാൻ പറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആവണം. അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയുടെ ബഹളങ്ങളിലേക്ക് പിന്നാലെ ഞാൻ പൊതുവെ ഇനി വരാൻ വളരെ സാധ്യത കുറവായിരിക്കും. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ അഡ്വർടൈസ്മെൻറ്റുകൾ, അത്തരം കൺവേർഷൻ, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തൊക്കെ ഞാനും ഉണ്ടാകത്തുള്ളൂ. ഇന്ത്യ T20 വിന്നർ, അത് എല്ലാവരും പോലെ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ത്രില്ലടിച്ച മാച്ചാണ്. MSTയുമായിട്ടുള്ള ആഡിന് എനിക്ക് തോന്നുന്നു 1 മാസം കൂടെ കഴിയും. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഞാൻ പറഞ്ഞ ഒരു ആപ്പാണ്. ആ ആപ്പിൻ്റെ പ്രോസസ്സിങ്ങും ഫൈനലൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആഡ് വരത്തുള്ളൂ.
ഒരു മെസ്സേജ് അയച്ച് ചോദിച്ചാൽ ഞാനൊരാളെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആക്കുമെന്ന് നിങ്ങളാരെങ്കിലും കരുതുന്നുണ്ടോ? അപ്പോൾ എന്നെ ആരോ ചോദിച്ചു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആക്കാൻ പറ്റുമോ? അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആകാൻ വേണ്ടിയിട്ട് 5-6 വർഷങ്ങളായിട്ട് നമ്മളെ വന്ന് കാണുകയും അവരുടെ വർക്കുകൾ കാണിക്കുകയും ഞാനും അവരും തമ്മിലുള്ള ഒരു സിങ്ക് കൂടെ വേണമല്ലോ. അപ്പം അത് നമ്മൾ വെറുതെ ഒരു മെസ്സേജിലൂടെ അല്ല, അല്ലെങ്കിൽ ഒരു മറ്റേ ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയാണ് സിനിമ എന്ന രീതിയിൽ നിങ്ങൾ കാണരുത്. മെസ്സേജ് അയച്ച് ചാൻസ് ചോദിക്കുക, മെസ്സേജ് അയച്ചിട്ട് സിമ്പിളായിട്ട് ഇത്തരം കാര്യങ്ങൾ, അതൊക്കെ വളരെ മോശം പ്രവണതകളാണ്. കാര്യം താല്പര്യമില്ലായ്മയുടെ ലക്ഷണമാണ് അതൊക്കെ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ കമൻസ് നോക്കുകയാണ് കേട്ടോ. കമൻസ് നോക്കിയിട്ട് എന്തെങ്കിലും കമൻസിനുണ്ടെങ്കിൽ മറുപടി ഇടാം. ഫിൽറ്റർ ആക്ച്വലി വരുന്നത്, ഇത് ഞാൻ ഈ ലൈവ് ഓപ്പൺ ചെയ്യുമ്പോഴേ അങ്ങനെ വരുന്നത്. എനിക്കിതിൻ്റെ അധികം സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ കാണുന്നു, അത് ഫിൽറ്ററാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഞാനായിട്ട് അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്കറിയാം, മനസ്സിലാവുന്നില്ല. എന്തോ സാങ്കേതിക വിദ്യ തകരാറാണെന്ന് തോന്നുന്നു. മുമ്പ് ഒരിക്കലും എപ്പോഴും ഇങ്ങനെ ചെയ്തു വെച്ചതാണ്. പ്രത്യേകിച്ച് പ്രയോജനപ്പെടുന്ന കമൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല. അപ്പം എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരുടെ അടുത്തും നന്ദി പറയാനും നിങ്ങളുടെ സ്നേഹം അറിയിക്കാനും തുടർന്ന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിക്കാനും തന്നെയാണ് ലൈവിൽ വന്നത്. ഓക്കെ, താങ്ക് യു.